ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് ആവിയിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പച്ചരി കൊണ്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് മാവ് അരച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മാരിനേറ്റ് ചെയ്തിവിടെ മാറ്റി വെക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആകുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് പച്ചരി 3-4 മണിക്കൂർ നേരത്തേക്കൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു അരി അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. തേങ്ങാപ്പാലിലാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാലിന് പകരം വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. തേങ്ങാപ്പാലിലാവുമ്പം കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ അരിയൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2-ാം പാലിൻ്റെ ഒരു തിക്നെസ്സിലുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചത് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. കണ്ടല്ലോ, ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ പീസസൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കണ്ട, ഹാർഡായി പോകും. അല്പം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ സവാള വഴറ്റാൻ പോകുന്നത്. ഇതിപ്പോൾ കുറച്ചധികം എണ്ണയുണ്ട്. സവാള വഴറ്റാനായിട്ട് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല. സവാള വഴറ്റാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാകും. അപ്പോൾ ഞാനിതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ ഞാൻ കൈകൊണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഞാൻ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്പം മഞ്ഞൾപ്പൊടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഒരു സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് നന്നായിട്ട് ഓയിലൊക്കെ തടവിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഈ പ്ലേറ്റിൽ നന്നായിട്ട് ഇങ്ങനെ കവറാവത്തക്ക വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇത് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ടാവും. 1-2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കണം. ഒത്തിരി മാവ് വേണ്ട, ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കവറാവുന്ന വിധത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം വീണ്ടും അടച്ചിട്ട് 1-2 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടും കേട്ടോ. മാക്സിമം 2 മിനിറ്റ്. ആ ഒരു സമയം കൊണ്ട് ഇത് വളരെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രൊസീജിയർ തന്നെ നമ്മൾ ഈ സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകൾ ഭാഗം വരെ ചെയ്ത് കൊടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇതിപ്പം അവസാനത്തെ ലെയറാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള എല്ലാ ചിക്കൻ പീസസും ഇട്ട് കൊടുക്കുകയാണ്.
അവസാനമായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വളരെ കുറച്ച് ബാറ്റർ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അവിടെയായിട്ട് വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം അടച്ചിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കണം. ചൂട് നന്നായി പോയതിന് ശേഷം മാത്രം ഇത് പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിവശമൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഇതിങ്ങനെ ഇളക്കിയെടുക്കാം. അതിനുശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. പച്ചരി അരച്ചെടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലിലാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊരു പീസ് മതിയാകും നമുക്ക് വയറ് ഫുള്ളാവാനായിട്ട്. കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.